Welcome to Electron College. So we were discussing about number system conversion. ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും വേറെ ഏതൊരു നമ്പർ സിസ്റ്റത്തിലോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. So today we will discuss about conversion to octal. So binary number to octal, decimal to octal, hexadecimal to octal. For binary to octal as well as decimal to octal, നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Now hexadecimal to octal. So hexadecimal to octal നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നില്ല. ഹെക്സാഡെസിമൽ നമ്പർ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രം ബൈനറി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു octal. Now take this example. Convert B9F.AE16 base is hexadecimal to octal. സോ ആദ്യം ചെയ്യേണ്ടത് ഹെക്സാഡെസിമൽ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ബൈനറിയിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹെക്സാഡെസിമലിൻ്റെ ഓരോ ഡിജിറ്റും 4 ബിറ്റ് ബൈനറി ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെയാണ് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ സോ ബി ഫസ്റ്റ് ഡിജിറ്റ് 4 ബിറ്റ് റിപ്രസെൻറ്റേഷൻ ചെയ്യുക 1011. ബി എന്ന് പറയുമ്പോൾ ഡെസിമലിൽ 11 ആണല്ലോ. സോ ബൈനറിയിൽ ഇറ്റ് ഈസ് 1011. ദെൻ 91001. എഫ് എന്ന് പറയുമ്പോൾ ഡെസിമൽ 15 ആണ്. സോ ബൈനറി ഇറ്റ് ഈസ് 1111. പോയിൻറ്റ് എ ഈസ് നത്തിങ് ബട്ട് ഡെസിമൽ വാല്യൂ 10 ആണ്. സോ ബൈനറിയിൽ 1010 ആൻഡ് ഇ അതായത് ഡെസിമൽ നമ്പർ 14. സോ ഇൻ ബൈനറി 1110. So now you have converted hexadecimal number to binary. ഇനി ഈ ബൈനറി ഓക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ആ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബൈനറി ടു ഓക്ടൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് ഫ്രം ദ ബൈനറി പോയിന്റ് ടു ദ ലെഫ്റ്റ് ടു ദ റൈറ്റ് 3 ബിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഡെസ്റ്റിനേഷൻ ഓക്ടൽ സിസ്റ്റമാണ്. സോ ബൈനറി നമ്പറിനെ 3 ബിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് 111. ദെൻ 110 സെക്കൻഡ് ഗ്രൂപ്പ് 011 നെക്സ്റ്റ് ഗ്രൂപ്പ് ആൻഡ് 101. നമുക്കതങ്ങ് എഴുതാം 101 ദെൻ 110 011 and 111. Similarly ഇപ്പുറത്തും to the right of binary point ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഗ്രൂപ്പ് 3 ബിറ്റ്സ്, സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് 3 ബിറ്റ്സ് ആൻഡ് തേർഡ് ഗ്രൂപ്പ്. സോ 101 011 ആൻഡ് ദ ലാസ്റ്റ് 2 ബിറ്റ്സ് 10 ഒരു 0 കൂടെ ഇട്ടേക്കാം. നമുക്ക് 3 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഓക്ടൽ നമ്പർ എഴുതുക. സോ ദിസ് ഈസ് 5, 110 ഈസ് 6, 3, 7, 5, 3 ആൻഡ് 100 ഈസ് 4. ദിസ് ഈസ് ദി ഓക്ടൽ നമ്പർ. അതായത് 563.7.534 ടു ദ ബേസ് 8. So this hexadecimal number is converted to this octal number through binary numbers. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബൈനറി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു octal. Then octal to other bases. Conversion of octal number system to other bases. ഓക്ടൽ ടു ബൈനറി ആവാം, ഓക്ടൽ ടു ഡെസിമൽ ആവാം, ഓക്ടൽ ടു ഹെക്സാഡെസിമൽ ആവാം. ഓക്ടൽ ടു ബൈനറി, ഓക്ടൽ ടു ഡെസിമൽ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പ്രീവിയസ് വീഡിയോയിൽ. നൗ ഓക്ടൽ ടു ഹെക്സാഡെസിമൽ. ഓക്ടൽ ടു ഹെക്സാഡെസിമൽ ഇവിടെയും ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നില്ല. ഓക്ടൽ ഈസ് കൺവേർട്ടഡ് ടു ബൈനറി ആൻഡ് ദെൻ ബൈനറി ഈസ് കൺവേർട്ടഡ് ടു ഹെക്സാഡെസിമൽ.
കാരണം ഈ ഒരു പ്രോസസ്സ് ആയിരിക്കും ഇറ്റ് വിൽ ബി ഈസി. ഈ ഒരു എക്സാമ്പിൾ എടുക്കുക. കൺവേർട്ട് 756.603 ഇൻ ഓക്ടൽ ടു ഹെക്സാഡെസിമൽ. അപ്പോൾ ആദ്യം ഓക്ടൽ നമ്പർ ബൈനറിയിലോട്ട് റിപ്രസെൻ്റ് ചെയ്യുക. എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഓക്ടൽ നമ്പറിൻ്റെ ഓരോ ഡിജിറ്റും 3 ബിറ്റ്സ് വീതമുള്ള ബൈനറി നമ്പേഴ്സായിട്ട് റിപ്രസെൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7111 3 ബിറ്റ്സായിട്ട് റിപ്രസെൻ്റ് ചെയ്യണം, ബിക്കോസ് ഇത് ഓക്ടൽ നമ്പറാണ്. 5101 6110 പോയിൻറ്റ്, വീണ്ടും 6 ആണ്, 110 ആൻഡ് 0 ആണ്, 000 ആൻഡ് ലാസ്റ്റ് 3 is 011. So octal, now it is converted to binary. Then this binary has to be converted to hexadecimal. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? പ്രോസസ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക, പോയിന്റ് ടു ദ ലെഫ്റ്റ് ടു ദ റൈറ്റ്, ടാർഗറ്റ് ഹെക്സാഡെസിമൽ ആണ്. അപ്പോൾ 4 ബിറ്റ്സ് 4 ബിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുക, സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ് 0111 0111 ആൻഡ് ദ ലാസ്റ്റ് ബിറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുന്നത്? 1110 1110 പോയിൻറ്റ്. അതുപോലെ ഇവിടെയും 4 ബിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുക, 1100 0001 ആൻഡ് ലാസ്റ്റ് ബിറ്റ് 1. So you can write 1100 0001 ആൻഡ് 1. സോ ഇവിടെ 3 സീറോസ് കൂടെ ആഡ് ചെയ്തേക്കാം. സിമിലർലി ഇവിടെ 3 സീറോസ് കൂടെ ആഡ് ചെയ്തേക്കാം. നമുക്ക് വേണ്ടത് 4 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാണ്. ഇനി ഈ ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇപ്പോൾ 001 ഹെക്സാഡെസിമൽ നമ്പർ 1, 1110 ഇറ്റ് ഈസ് ആക്ച്വലി 14 അല്ലേ? ഈ ബൈനറിയുടെ ഡെസിമൽ 14 ആണ്. ഹെക്സാഡെസിമൽ വിൽ ബി ഇ. അപ്പോൾ അതുപോലെയാണ് ഇതും ഇ. 1100 ഇറ്റ് ഈസ് സി, 00011 ആൻഡ് 1000. ഡെസിമൽ 8 ആണ്, ഹെക്സാഡെസിമലും 8 തന്നെയാണ്. സോ ദിസ് ഈസ് യുവർ റിക്വയർഡ് ഹെക്സാഡെസിമൽ നമ്പർ, അതായത് 1EE.C18 ടു ദ ബേസ് 16. സോ ഓക്ടൽ നമ്പർ ഈസ് കൺവേർട്ടഡ് ടു ഹെക്സാഡെസിമൽ നമ്പർ ത്രൂ ദ ബൈനറി നമ്പർ സിസ്റ്റം. ഓക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രം ദ ബൈനറി ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് വരുമ്പോൾ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്യാം, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഓക്ടൽ ടു ഹെക്സാഡെസിമൽ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഫ്രം ഹെക്സാഡെസിമൽ നമ്പർ മറ്റുള്ള സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഹെക്സാഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഓക്ടൽ. ഈ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബൈനറി, ഡെസിമൽ, ഓക്ടൽ സിസ്റ്റംസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ നമ്പർ സിസ്റ്റം കൺവേർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സോ നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ഒരു ബേസിൽ നിന്നും ഏതൊരു ബേസിലോട്ട് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഡെസിമൽ, ഓക്ടൽ, ഹെക്സാഡെസിമൽ, ബൈനറി ഈ 4 നമ്പർ സിസ്റ്റംസാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി ടു ഡെസിമൽ, ഓക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ടാർഗറ്റ് ഡെസിമൽ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ് ബൈ ദ ബേസ് പവർ n, അതായത് പൊസിഷൻ, അതിൻ്റെ വെയ്റ്റ്സ്, ഓരോ ഡിജിറ്റിൻ്റെയും വെയ്റ്റ്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദ ഡെസിമൽ നമ്പർ. അത് ഓക്ടൽ ടു ഡെസിമൽ ആണെങ്കിൽ 8 പവർ n-ഉം, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആണെങ്കിൽ 16 പവർ n. ഇപ്പോൾ ഡെസിമൽ ടു അതർ ബേസസ്, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഓക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ചെയ്യുമ്പോൾ അവിടെ ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷൻ പാർട്ടും ഉണ്ടാവും. ഇൻറ്റിജർ പാർട്ട് സക്സസീവ് ഡിവിഷൻ ചെയ്യണം. സക്സസീവ് ഡിവിഷൻ ബൈ ബൈനറി ആണെങ്കിൽ 2, ഓക്ടൽ ആണെങ്കിൽ 8, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16. ഫ്രാക്ഷൻ പാർട്ട് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇപ്പോൾ ഡിവിഷൻ ചെയ്തിട്ട് ഫൈനലി നമ്മൾ എല്ലാ റിമൈൻഡേഴ്സും കളക്ട് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ബോട്ടം ടു ടോപ്പ്. സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ ഇൻറ്റിജർ പാർട്സ് കളക്ട് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ടോപ്പ് ടു ബോട്ടം. ഇതാണ് ദിസ് ഈസ് അബൌട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റം. ആൻഡ്
എനി ബേസ് ടു ബൈനറി, ഡെസിമൽ ടു ബൈനറി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഓക്ടൽ ടു ബൈനറി, ഹെക്സാ ഡെസിമൽ ടു ബൈനറി. ഇത് രണ്ടും വളരെ സിമ്പിളാണ്. ഓക്ടൽ നമ്പർ ബൈനറിയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ ഓരോ ഓക്ടൽ ഡിജിറ്റും അതിൻ്റെ 3 ബിറ്റ് ബൈനറി ഇക്വലൻറ്റിലായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുക. ഹെക്സാ ഡെസിമൽ ബൈനറിയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ ഹെക്സാ ഡെസിമലിൻ്റെ ഓരോ ഡിജിറ്റും അതിൻ്റെ 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റായിട്ട് കൺവെർട്ട് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ആൻഡ് ബൈനറി ടു അതർ ബേസസ്, ഇപ്പോൾ ബൈനറി ടു ഓക്ടൽ, ബൈനറി ടു ഹെക്സാ ഡെസിമൽ. ബൈനറി ടു ആക്ടിലാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ബൈനറി പോയിൻറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്റ്റാർട്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യണം. സോ ബൈനറി ടു ഓക്ടലാണെങ്കിൽ പോയിൻറ്റിൽ നിന്നും 3 ബിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഓക്ടൽ നമ്പർ നോട്ട് ചെയ്യുക. ബൈനറി ടു ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ ബൈനറി പോയിൻറ്റിൽ നിന്നും 4 ബിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഹെക്സാ ഡെസിമൽ വാല്യൂ എഴുതുക. സോ നമ്പർ സിസ്റ്റം കൺവേർഷൻ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ബൈനറി നമ്പർ സിസ്റ്റം കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഹാസ് 2 സിമ്പിൾസ്, 0യും 1ഉം നമ്മളിത് പഠിച്ച കാര്യമാണ്. സോ ബേസ് 2 ആണ്. പിന്നെ ബൈനറി ഡിജിറ്റ് ഈസ് കോൾഡ് എ ബിറ്റ്. ബൈനറി നമ്പറിലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ ബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ബൈനറി നമ്പറാണ്. ദിസ് ഈസ് ദ ബൈനറി പോയിൻറ്റ്. ഇത് ഓരോന്നും ബിറ്റ്സ് ആണ്. 1 ഈസ് എ ബിറ്റ്, 0 ഈസ് എ ബിറ്റ്. ദെൻ ഇത് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഓർ വെയ്റ്റ്. പൊസിഷൻസ് അറിയാമല്ലോ. ഇത് പൊസിഷൻ 0, പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3. ഇത് പൊസിഷൻ -1, -2 എക്സെട്ര. വെയ്റ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ 2 പവർ 0 അതായത് 1, ദിസ് ഈസ് 2 പവർ 1 അതായത് 2, ദിസ് ഈസ് 2 പവർ 2 അതായത് 4, ദിസ് ഈസ് 2 പവർ 3, 8 എക്സെട്ര. അപ്പോൾ ദീസ് ആർ ദ വെയ്റ്റ്സ് 1, 2, 4, 8. സോ ഈ ടാബ്ലർ കോളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇത് 0 to 15 വരെയുള്ള ബൈനറി നമ്പേഴ്സാണ്. ഈ ടാബ്ലർ കോളം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോർട്ട് കട്ട് പറഞ്ഞായിരുന്നു. അതായത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ദിസ് ഈസ് ദ ഫോർത്ത് കോളം. ഇപ്പോൾ ഫസ്റ്റ് കോളം എങ്ങനെ എഴുതേണ്ടത്? ആൾട്ടർനേറ്റിംഗ് സീറോസ് ആൻഡ് വൺസ്. ഒരു 0 ഒരു 1 വെച്ചിട്ട് ആൾട്ടർനേറ്റ് ചെയ്യുക. സോ 0 1 0 1 0 1 0 1 0 1 അത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് കോളം, അവിടെയും 0യും 1ഉം തമ്മിൽ ആൾട്ടർനേറ്റ് ചെയ്യുന്നു. ബട്ട് 2 0 2 1. സോ 0 0 1 1 0 0 1 1 0 0 1 1. സിമിലർലി തേർഡ് കോളം എത്ര സീറോസ് വേണം? 4 zeros 4 ones. 0 0 0 0 1 1 1 1 0 0 0 0 1 1 1 1. ഇറ്റ് കണ്ടിന്യൂസ്. ഫോർത്ത് കോളം എടുക്കുമ്പോൾ 8 നമ്പർ ഓഫ് സീറോസ്, 8 zeros 8 ones. ഇനി ഫിഫ്ത്ത് കോളം ഇവിടെ എഴുതുവാണെങ്കിൽ 16 zeros 16 ones. അപ്പോൾ ഇങ്ങനെ ഇത് ആൾട്ടർനേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എഴുതാം. പിന്നെ ഒരു ഡെസിമൽ നമ്പർ, ഇപ്പോൾ 8 ഡെസിമൽ നമ്പർ എങ്ങനെ ബൈനറിൽ എഴുതുന്നത്? നമുക്കതിൻ്റെ വെയ്റ്റ്സ് എന്താണെന്ന് അറിയാം. 1 2 4 8 16 എക്സെട്ര. ഇങ്ങനെയാണല്ലോ വെയ്റ്റ് കണ്ടിന്യൂ ആവുന്നത്. ഓരോ പൊസിഷൻ്റെയും വെയ്റ്റ്, പൊസിഷണൽ വാല്യൂ കണ്ടിന്യൂ ആവുന്നത് ഇങ്ങനെയാണ്. 1 2 4 8 അല്ലേ? നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മളത് കണ്ടായിരുന്നു. അപ്പോൾ 8 നമുക്ക് വേണ്ടത് 8 ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് പൊസിഷൻ 8 വാല്യൂ കിട്ടുന്ന കറസ്പോണ്ടിങ് പൊസിഷനിൽ 1 യൂസ് ചെയ്യുക, റിമൈനിങ് ബിറ്റ്സ് 0 യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ വാല്യൂ 8 ആണ്. ബിക്കോസ് ഇവിടെ മാത്രമേ 1 ഉള്ളൂ. ഇപ്പം 9, നമുക്ക് 9 ആണ് വേണ്ടതെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? 8. സോ 8 + 1 9 ആണല്ലോ. അപ്പോൾ 8ൻ്റെ പൊസിഷനിൽ 1 ഇടുക, 1ൻ്റെ പൊസിഷനിലും 1 ഇടുക, റിമൈനിങ് ബിറ്റ്സ് 0 ഇടുക. സോ ദിസ് ഈസ് 8 ആൻഡ് ദിസ് ഈസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ അതുപോലെ ഇപ്പോൾ 15 ആണെങ്കിൽ സോ 0 8 4 2 1. So this is 8, this is 4, this is 2, this is 1. അപ്പോൾ 8 + 4 12 + 2 14 + 1 15. അപ്പോൾ ഇങ്ങനെ ഇത് വളരെ സിമ്പിളാണ്. നൗ ബൈനറി അഡിഷൻ. 2 ബിറ്റ്സ്
രണ്ട് ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്, ദ റൂൾസ് ഓഫ് ബൈനറി അഡിഷൻ. നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്: 0 plus 0 is 0. Sum will be 0. Carry is also 0. 0 plus 1, sum will be 1. Carry is also 0. 1 plus 0, sum is 1. Carry is 0. And 1 plus 1, sum bit will be 0. Carry bit will be 1. അതായത് 1 plus 1 will get 1 0. So this is the sum value and this is the carry value. അപ്പോൾ ഈ അഡിഷൻ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സിംഗിൾ ബിറ്റ് അഡിഷൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്യാം. ആഡ് these two binary numbers 1101.101 and 111.011. So 1101.101 plus 111.011 plus നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ആ പ്രീവിയസ് റൂൾസ് യൂസ് ചെയ്യുക രണ്ട് ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ. സോ 1 plus 1 നമുക്കറിയാമല്ലോ, 1 plus 1 is equal to 1 0. So this is sum and this is carry. This is carry, this is sum. So 1 plus 1 0. ആ ക്യാരി നെക്സ്റ്റ് കോളത്തിലോട്ട് കൊണ്ടുപോവുക. So this carry 1 plus 1 0, carry is taken to the next column. ഇനി നെക്സ്റ്റ് കോളം ആഡ് ചെയ്യുമ്പോൾ ഈ ക്യാരിയും കൂടെ ചേർത്ത് ആഡ് ചെയ്യുക. അതായത് 1 plus 0 plus 1, 1 plus 0 plus 1. So it is actually 1 plus 1. Again 1 plus 1 is 1 0. So again sum is 0 and you have a 1 carry. ആ ക്യാരി നെക്സ്റ്റ് കോളത്തിലോട്ട് മൂവ് ചെയ്യുക. നെക്സ്റ്റ് കോളം ആഡ് ചെയ്യുക. നെക്സ്റ്റ് കോളം ആഡ് ചെയ്യുമ്പോൾ ഈ ക്യാരിയും ആഡ് ചെയ്യണം. 1 plus 1 plus 0. That is 1 plus 1. എന്തോ അത് ആൻസർ? സം വിൽ ബി 0 ആൻഡ് ഒരു ക്യാരി ഉണ്ടാവും. ആ ക്യാരി ടേക്കൺ ടു ദ നെക്സ്റ്റ് കോളം. Then 1 plus 0 plus 1. Again sum 0, carry is 1. Now ഈ കോളം എങ്ങനെ ആഡ് ചെയ്യുന്നത്? 1 plus 1 plus 1. 1 plus 1 plus 1. This is actually 3. Actually it is 3. അപ്പോൾ നമ്മളത് ഇങ്ങനെ ആയിരിക്കും റിപ്രസെൻ്റ് ചെയ്യുന്നത്. 1 1. This is 3. ഇതല്ലേ 3? ബൈനറി 3. So sum value is 3. Carry is also 3. 1 plus 1 plus 1. Now ഈ കോളം കൂടെ ആഡ് ചെയ്യുക. 1 plus 1, sum will be 0. Carry will be 1. So this is your answer. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 010.000. സോ അഡിഷൻ റൂൾസ് ഫോളോ ചെയ്യുക നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ. Now binary addition. Sorry, addition കഴിഞ്ഞല്ലോ. This is subtraction. So rules of binary subtraction. ഈ റൂൾസ് നോക്കാം. 0 minus 0, it is 0. 1 minus 0, that is 0. 1 minus 1, that is also 0. Sorry, 1 minus 0 is 1. 1 minus 0 is 1. 1 minus 1 is 0. Now 0 minus 1. അപ്പോൾ 0 minus 1 നോർമലി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 0 minus 1, the result will be 1 with a borrow 1. 0 minus 1, the answer will be 1 with a borrow 1. നമ്മൾ അതായത് അതിൻ്റെ പ്രീവിയസ് കോളത്തിൽ നിന്നും ഒരു 1 ബോറോ ചെയ്താണ് നമ്മൾ നോർമലി സബ്ട്രാക്ട് ചെയ്യുന്നത്. 1 0യിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. അല്ലാതെ നോർമൽ കേസിൽ നമുക്കൊരിക്കലും 0 minus 1 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബോറോ ചെയ്യും. സോ യു വിൽ ഗെറ്റ് എ ആൻസർ 1 with a borrow 1.
സോ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സബ്ട്രാക്ട് ബൈനറി നമ്പേഴ്സ് 1010.010 ഫ്രം 111.111. സോ 110.010 111.111. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ബിറ്റ് നോക്കിയേ, 0 മൈനസ് 1. അപ്പോൾ 0 മൈനസ് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ പ്രീവിയസ് കോളത്തിൽ നിന്നും ഒരു 1 ബോറോ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും ഒരു 1 ബോറോ ചെയ്യുക. 1 ബോറോ ചെയ്യുമ്പോൾ 0 വിൽ ബിക്കം 10. ദിസ് 0 ഇവിടെ നിന്നൊരു 1 ബോറോ ചെയ്യുമ്പോൾ ദിസ് 0 വിൽ ബിക്കം 10. ഈ 1ൽ നിന്നും നമ്മളൊരു 1 ബോറോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ടു 0. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? സോ നൗ 10 മൈനസ് 1. 10 ഈസ് ബേസിക്കലി 2. 2 മൈനസ് 1 1 ആണ്. ദാറ്റ് ഈസ് 10 മൈനസ് 1 ഈസ് 1. ഈ കോളത്തിലോട്ട് വരാം. ഇവിടെ വീണ്ടും 0 മൈനസ് 1 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ വീണ്ടും നമ്മൾ ബോറോ ചെയ്യണം. അപ്പോൾ പ്രീവിയസ് കോളം ഇങ്ങോട്ട് നോക്ക്. ഇവിടെ പ്രീവിയസ് കോളത്തിലോട്ട് വരുമ്പോൾ അവിടെയും 0 ആണ്, ബോറോ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രീവിയസ് കോളം വരുമ്പോൾ അവിടെയും 0 ആണ്, ബോറോ ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ നെക്സ്റ്റ് പ്രീവിയസ് കോളം ദെയർ യു ഹാവ് എ 1. അവിടെ നിന്നും ബോറോ ചെയ്യുക. ഇവിടെ നിന്നൊരു 1 ബോറോ ചെയ്യുന്നു. ബോറോ ചെയ്യുമ്പോൾ ദിസ് 0 വിൽ ബിക്കം 10. ആൻഡ് ഹിയർ ഇവിടെ എന്താ സംഭവിക്കുക? 1 ബോറോ ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ അത് 0 ആയി മാറുന്നു. ദെൻ ഈ 10ൽ നിന്നും ഒരു 1 ഇങ്ങോട്ട് ബോറോ ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ കോളത്തിൽ നിന്നും ഈ കോളത്തിലോട്ട് 1 ബോറോ ചെയ്യുന്നു. അപ്പോൾ ഈ 0 10 ആയിട്ട് മാറുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? 10 എന്ന് പറയുമ്പോൾ 2 ആണ്. 2വിൽ നിന്നും 1 ബോറോ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വാല്യൂ ഈസ് 1. സോ ഇവിടെ ഇപ്പോൾ 10 ആണ്. ഈ 10ൽ നിന്നും ഒരു 1 ഈ കോളത്തിലോട്ട് ബോറോ ചെയ്യുന്നു. അപ്പോൾ ഈ 0 10 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ 10ൽ നിന്നും 1 ബോറോ ആയിക്കഴിഞ്ഞാൽ ഈ 10 വിൽ ബി റെഡ്യൂസ്ഡ് ടു 1. അതായത് 10 ഈസ് 2. അപ്പോൾ അതിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ പിന്നെ 1 ഉള്ളൂ ബാലൻസ്. ഇനി സബ്ട്രാക്ട് ചെയ്യാം. സോ 10 മൈനസ് 1. 10 മൈനസ് 1 എന്താ? 10 മൈനസ് 1. 10 മൈനസ് 1 ഈസ് 1. 10 ഈസ് ബേസിക്കലി 2. 2 മൈനസ് 1 1. ഇവിടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂ 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0. ഇവിടെ എക്സിസ്റ്റിംഗ് വാല്യൂ 1 ആണ്. സോ 1 മൈനസ് 1 0. ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് വാല്യൂ 0 ആണ്. അപ്പോൾ 0 മൈനസ് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യണം. പ്രീവിയസ് കോളത്തിലോട്ട് വരിക. അവിടെ ആൾറെഡി 0 ആണ്, അപ്പോൾ ബോറോ ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് പ്രീവിയസ് കോളത്തിലോട്ട് വരിക. അവിടെ 1 ആണ്, അതിൽ നിന്നും ഒരു 1 നമ്മൾ ബോറോ ചെയ്യുന്നു. സോ ഇവിടെ 0 ആയി മാറുന്നു. ഈ 0 10 ആവുന്നു. ഇനി ഈ പർട്ടിക്കുലർ കോളത്തിൽ നിന്നും ഇങ്ങോട്ട് 1 ബോറോ ചെയ്യുന്നു. 1 ബോറോ ചെയ്യുമ്പോൾ ഈ 0 10 ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ 10 അതിൻ്റെ റിമൈനിങ് 1. 10ൽ നിന്നും 1 ബോറോ ആയി കഴിഞ്ഞാൽ റിമൈനിങ് 1. ഇനി സബ്ട്രാക്ട് ചെയ്യുക. 10 മൈനസ് 1 ദാറ്റ് ഈസ് 1. ഇവിടെ 1 ആണല്ലോ എക്സിസ്റ്റിംഗ് വാല്യൂ. 1 മൈനസ് 1 0. ആൻഡ് ദിസ് ഈസ് 0. So this is your answer. Subtracted 0010.011. Now complement of binary numbers. നമ്മൾ 2 ടൈപ്പ് ഓഫ് കോംപ്ലിമെൻറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്. ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ബൈനറി നമ്പറിൻ്റെ സീറോസ് വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, വൺസ് സീറോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ടൂസ് കോംപ്ലിമെൻറ്റ്, ഒരു പർട്ടിക്കുലർ ബൈനറി നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ബൈനറി 1 ആഡ് ചെയ്ത് കൊടുക്കുക. യു വിൽ ഗെറ്റ് ടൂസ് കോംപ്ലിമെൻറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് 0 1 1 0 1 1 1 0. അപ്പോൾ എന്താണ് ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്? വൺസ് കോംപ്ലിമെൻറ്റ് വേണമെങ്കിൽ സീറോസ് വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, വൺസ് സീറോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഈ 0 വിൽ ബി കൺവേർട്ടഡ് ടു 1, ദിസ് 1 വിൽ ബി കൺവേർട്ടഡ് ടു 0,
this 1 will be converted to 0, this 0 will be converted to 1. Similarly 1 1 1 അത് 0 0 0 ആവുന്നു, 0 1 ആവുന്നു. So this is 1's complement. ഇനി 2's complement വേണം. ഈ പർട്ടിക്കുലർ നമ്പറിൻ്റെ 2's complement. 1's complement ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ പ്ലസ് 1 ആഡ് ചെയ്യുക. ആഡ് ചെയ്യാം 1 + 1 0, സം 1 is the carry. So then 1 + 0 1, ഇവിടെ 0 0 1 0 1 0 0 1. 2's complement. So this is how you will calculate 1's and 2's complement of a number. Binary arithmetic in computers. So basically കമ്പ്യൂട്ടർ അർത്ഥമെറ്റിക് വരുമ്പോൾ 2 types of നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അൺസൈൻഡ് നമ്പേഴ്സ് ആൻഡ് സൈൻഡ് നമ്പേഴ്സ്. അപ്പോൾ അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊരു ഡിഫറൻസിയേഷൻ അവിടെ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5ൻ്റെ വാല്യൂ നമുക്കറിയാം. 5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0 1 0 1 0 1 0 1. അപ്പോൾ ഇവിടെ നമ്മൾ +5 എന്നോ -5 എന്നോ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ +5നും -5നും സെയിം റിപ്രസെൻറ്റേഷൻ തന്നെയാണ്. അവിടെ സൈന് പ്രസക്തി ഇല്ല. അൺസൈൻഡ് നമ്പേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സിനും നെഗറ്റീവ് നമ്പേഴ്സിനും സെപ്പറേറ്റ് റിപ്രസെൻറ്റേഷൻ അവൈലബിൾ അല്ല. അപ്പോൾ സൈൻഡ് നമ്പേഴ്സ് അങ്ങനെയല്ല. സൈൻഡ് നമ്പേഴ്സ് +5 0 1 0 1 ആണെങ്കിൽ -5 റിപ്രസെൻറ്റേഷൻ ഡിഫറൻ്റ് ആണ്. അതായത് പോസിറ്റീവ് നമ്പേഴ്സിനും നെഗറ്റീവ് നമ്പേഴ്സിനും സെപ്പറേറ്റ് റിപ്രസെൻറ്റേഷൻ അവൈലബിൾ ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് സെപ്പറേറ്റ്ലി. അതാണ് ഈ സൈൻഡ് നമ്പേഴ്സ്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് റിപ്രസെൻ്റ് ചെയ്യാൻ നമ്മുടെ നോർമൽ ബൈനറി ഫോമിൽ തന്നെ റിപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ +5ൻ്റെ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 0 1 0 1. ദാറ്റ് ഈസ് ദ നോർമൽ ബൈനറി റിപ്രസെൻറ്റേഷൻ. അതിൻ്റെ നെഗറ്റീവ് നമ്പറിൻ്റെ റിപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ യു ക്യാൻ യൂസ് എനി വൺ ഓഫ് ദിസ് മെത്തേഡ്. ഒന്നെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോം യൂസ് ചെയ്യാം. നെഗറ്റീവ് നമ്പേഴ്സ് റിപ്രസെൻറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് എയ്തർ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ഓർ കോംപ്ലിമെൻറ്റ് ഫോം. കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുമ്പോൾ 1's കോംപ്ലിമെൻറ്റ് ഫോം ഓർ 2's കോംപ്ലിമെൻറ്റ് ഫോം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം നോക്കാം. സോ ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം നമ്മളൊരു സൈൻ ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആക്ച്വൽ നമ്പറിൻ്റെ കൂടെ ആക്ച്വൽ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂവിൻ്റെ കൂടെ യു ആർ യൂസിങ് എ സൈൻ ബിറ്റ്. സൈൻ ബിറ്റ് 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവും, സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നമ്പർ നെഗറ്റീവുമാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ 5 +5 എഴുതുമ്പോൾ എന്താണ് 5 1 0 1. 3 ബിറ്റ് മതിയല്ലോ 5 റിപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ 1 0 1 ഈസ് 5. അപ്പോൾ ഇവിടെ നമ്മളൊരു സൈൻ ബിറ്റ് യൂസ് ചെയ്യുന്നു. ഈ സൈൻ ബിറ്റിൻ്റെ വാല്യൂ +5 ആണെങ്കിൽ ഇത് 0. ഇനി അപ്പോൾ എന്താണ് -5? സോ ദിസ് ഈസ് 5. മൈനസ് ആണെങ്കിൽ സൈൻ ബിറ്റ് വിൽ ബി 1. അപ്പോൾ ഈ എക്സ്ട്രാ ബിറ്റിനെയാണ് നമ്മൾ സൈൻ ബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് വാല്യൂ. അപ്പോൾ സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നമ്പർ ഈസ് നെഗറ്റീവ്, സൈൻ ബിറ്റ് 0 ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ്.
ദിസ് ഈസ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. അതാണ് ഇവിടെ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നമ്പർ. അതിൻ്റെ കൂടെ ഒരു സൈൻ ബിറ്റ് യൂസ് ചെയ്യുന്നു. സൈൻ ബിറ്റ് 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവാണ്, സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നമ്പർ നെഗറ്റീവാണ്. ഈ +5ഉം -5ഉം റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന പോലെ. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇന്ന്. താങ്ക് യു.